നമസ്കാരം, ഞാൻ ഡോക്ടർ ഷഹന. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സെക്ഷൽ പെർവസീവ് ഡിസോർഡേഴ്സിൽ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതെന്താണെന്നുള്ളത്. അതിൽ പെടുന്ന കുറച്ച് കാറ്റഗറി ഓഫ് ഡിസോർഡേഴ്സിനെ കുറിച്ചാണ്. ഒന്ന് എക്സിബിഷനിസ്റ്റിക് ഡിസോർഡറാണ്. അതായത് സ്വന്തം ജനൈറ്റൽ ഏരിയ പുറത്തുള്ള ആളുകൾക്ക് എക്സ്പോസ് ചെയ്ത് കാണിച്ചു കൊടുത്തിട്ട് അതിലൊരു പ്ലഷർ കണ്ടെത്തുക. രണ്ടാമത്തത് പീഡോഫീലിയാണ്. പ്രായപൂർത്തി ആവാത്ത കുട്ടികളെ കാണുമ്പോൾ അവരോട് ലൈംഗികാസക്തി തോന്നുക. 3, വോയറിസം. മറ്റുള്ളവർ അറിയാതെ അവരുടെ ലൈംഗിക പ്രവൃത്തികളെ ഒളിഞ്ഞു നോക്കി ആനന്ദം കണ്ടെത്തുന്ന ഒരു ഡിസോർഡറാണ് വോയറിസം. ഇതില് അതുപോലെ തന്നെ ആളുകൾ ഡ്രസ്സ് മാറുന്നത്, നേക്കഡായി നിൽക്കുന്നത്, കുളിക്കുന്നത്, ഇതൊക്കെ നോക്കുന്നതും അതിലൂടെ ഒരു സന്തോഷം കണ്ടെത്തുന്നതുമാണ് ഇങ്ങനെയുള്ള ആളുകളുടെ പ്രത്യേകത. സെക്സോംനിയ. ഉറക്കത്തിനിടയിൽ ബന്ധപ്പെടുകയും ഉണർവ് ബന്ധപ്പെട്ടത് ഓർമ്മയില്ലാതെ വരികയും ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് ഇമ്പൾസീവ് സെക്ഷൽ ബിഹേവിയറൽ ഡിസോർഡർ. ലൈംഗികാസക്തി നിയന്ത്രിക്കാനാവാത്തൊരു കണ്ടീഷൻ. ഇത് കാരണം പല പ്രശ്നങ്ങളിലും പോയി ഏർപ്പെടുന്നതാണ് ഈ കണ്ടീഷൻ. ഈ കമ്പൾസീവ് സെക്ഷൽ ബിഹേവിയറൽ ഡിസോർഡർ ലൈഫിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. കാരണം നമുക്ക് നമ്മളെ തന്നെ കൺട്രോൾ ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കും. ഫേറ്റിലിസ്റ്റിക് ഡിസോർഡറാണ്. ഇതിന് സാധാരണയായിട്ട് ആളുകൾക്ക് ജീവിച്ചിരിപ്പില്ലാത്ത സാധനങ്ങളുമായിട്ടായിരിക്കും ലൈംഗികാസക്തി തോന്നുക. മെയിനായിട്ട് നോൺ ജെനൈറ്റൽ പാർട്സിലായിരിക്കും അവർക്ക് എറോസിൽ കണ്ടുപിടിക്കുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷൂസ്, അണ്ടർ ഗാർമെന്റ്സ്. ഈ അണ്ടർ ഗാർമെന്റ്സ് ഒക്കെ കാണുമ്പോഴേക്കും വികാരം വരുന്ന ഒരു കണ്ടീഷൻ. ഫ്രോട്ടറിസ്റ്റിക് ഡിസോർഡർ. ഇങ്ങനെയുള്ള ആളുകൾക്ക് വേറെയുള്ള ആളുകളെ പെർമിഷൻ ഇല്ലാതെ തൊടുമ്പോഴും ടച്ച് ചെയ്യുമ്പോഴും റബ്ബ് ചെയ്യുമ്പോഴും ഒക്കെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു കണ്ടീഷനാണ്. സെക്ഷൽ മേക്കോയിസം. ഇതിനെ സാഡിസ്റ്റിക് ബിഹേവിയർ എന്നും പറയും. അതായത് വേറൊരാളെ അപമാനിക്കുക, അടിക്കുക, തെറി വിളിക്കുക, അങ്ങനെ ബുദ്ധിമുട്ടിച്ചാൽ മാത്രമേ ഇങ്ങനെയുള്ള ആളുകൾക്ക് സെക്ഷൽ പ്ലഷർ കിട്ടുള്ളൂ. 2 രീതിയിലും ആവാം. സ്വന്തമായിട്ട് വേദനിപ്പിക്കാൻ സമ്മതിച്ച് പ്ലഷർ കണ്ടുപിടിക്കുന്നവരുണ്ട്, വേറുള്ളവരെ വേദനിപ്പിച്ചിട്ട് പ്ലഷർ കണ്ടുപിടിക്കുന്ന ആളുകളും ഉണ്ട്. ട്രാൻസ്വെസ്റ്റിക് ഡിസോർഡർ. ഇതിൽ സാധാരണയായിട്ട് ആണുങ്ങൾ പെണ്ണുങ്ങളുടെ വേഷം ധരിച്ചാൽ അവർക്കൊരു സാറ്റിസ്ഫാക്ഷനോ അല്ലെങ്കിൽ സെക്ഷൽ പ്ലഷറോ കിട്ടുന്ന ഒരവസ്ഥ. അതുപോലെ തന്നെ പെണ്ണുങ്ങൾക്ക് ആണുങ്ങളുടെ വേഷമൊക്കെ ധരിക്കുമ്പോൾ ഇതേപോലെ തന്നെ ഒരു സെക്ഷൽ പ്ലഷർ കിട്ടുന്നതിനെ ആണ് ട്രാൻസ്വെസ്റ്റിക് ഡിസോർഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കുറച്ച് മെയിൻ ആയിട്ടുള്ള സെക്ഷൽ പെർവസീവ് ഡിസോർഡേഴ്സ്. സാധാരണയായിട്ട് ഒരാൾക്ക് സ്വന്തം പാർട്ട്ണറെ കാണുമ്പോൾ തോന്നുന്നതല്ല. കൂടുതലും ആളുകൾക്ക് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് മറച്ചു വെക്കും. പിന്നെ സ്വന്തം പാർട്ട്ണറായിട്ടുമായിരിക്കും കൂടുതൽ പ്രശ്നങ്ങൾ വരിക. അപ്പോൾ കൂടുതൽ ആങ്സൈറ്റിയും സ്ട്രെസ്സും കൂടുമ്പം ഓട്ടോമാറ്റിക്കലി ഉള്ള ഡിസോർഡർ വീണ്ടും കൂടും. താങ്ക് യു.